ട്രാൻസിസ്റ്ററിൻ്റെ ടെർമിനൽസ്, അതായത് എമിറ്റർ, ബേസ്, കളക്ടർ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളത്, അത് പിന്നെ ട്രാൻസിസ്റ്റർ ഗുഡ് എന്നുള്ളത് നോക്കുന്നത് എങ്ങനെയാണ്, മൾട്ടിമീറ്ററിൽ വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് ബേസാണ് നമുക്ക് ആദ്യം കണ്ടെത്തുക. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ NPN ആയാലും PNP ആയാലും ഇങ്ങനെയുണ്ടാവുക. NPN അല്ലെങ്കിൽ PNP. ഇതിൽ ഈ സെൻറ്ററിലുള്ളതാണ് നമ്മുടെ ബേസ്. ഇത് എമിറ്ററോ കളക്ടറോ ഏതായിക്കോട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെഗറ്റീവ് പ്രോബും ഇതിനകത്ത് പോസിറ്റീവും പിടിക്കുമ്പോഴാണ് നമുക്കിതിൽ ഫോർവേഡ് ബയസിങ് വരാം. പിന്നെ ഇവിടെയാണെങ്കിൽ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരണം. ഇത് N അല്ലേ, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും പിടിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഫോർവേഡ് ബയസിങ്. ഇവിടെയാണെങ്കിലോ തിരിച്ചായിരിക്കും, ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവായിരിക്കും. ഇതിനകത്ത് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുക ബേസാണ്. ബേസിൽ രണ്ട് ഡയറക്ഷനിലും നോക്കുമ്പോൾ എന്ത് വേണം, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഓരോ ലെഗും വെച്ച് നോക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് കണ്ടിന്യൂറ്റി കാണിക്കാനും പാടുള്ളൂ. അപ്പോൾ ഇതിൽ വെച്ച് കാണിച്ചാൽ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ലെഗ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, കൈ പിടിച്ച് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് ബേസ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ മോഡിലാണ് ഇടേണ്ടത്, ഡയോഡിൻ്റെ ഡയറക്ഷനിലുള്ളതിൽ. പിന്നെ ഒന്ന് കണ്ടിന്യൂറ്റി എന്നുള്ള മോഡിൽ, അത് എല്ലാ മൾട്ടിമീറ്ററിലും ഈ ഡയോഡ് എന്നുള്ള പോയിൻ്റ് ഉണ്ടാവും, അവിടെ ഇട്ടാൽ മതി. അത് സെലക്ട് ചെയ്താൽ മതി. അതിൽ ഒരു ലെഗിൽ ഇപ്പോൾ പിടിച്ചു, ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല, ഇവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത ടെർമിനലിൽ ഇത് വെച്ചു, ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇവിടെ ഈ ഡയറക്ഷനിലേക്ക് ഇതാണ് ബേസ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ വെക്കുമ്പോഴോ ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല, അതായത് റിവേഴ്സ് ബയാസിങ്. അപ്പോൾ ഫോർവേഡ് ബയാസിങ് വരുന്നത് ഇവിടെ മാത്രമാണ്, ഉണ്ടോ. അപ്പോൾ ഈ ഫോർവേഡ് ബയാസിങ് കാണിക്കുന്നത് ഏത് ടെർമിനൽ വയ്ക്കുമ്പോഴാണ്, ഈ പോസിറ്റീവ് ഈ സെൻറ്ററിൽ വെക്കുമ്പോഴാണ് ഈ രണ്ട് ഡയറക്ഷനിലും ഫോർവേഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസ്. ഇനി കളക്ടറും എമിറ്ററും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 640 അങ്ങനെ ഒരു റേഞ്ച് കാണും. റേഞ്ചിൽ ചെറിയ വ്യത്യാസമാണ് ഉണ്ടാവുള്ളൂ. 743 ആണെങ്കിൽ ഇവിടെ കുറവാണ്. അപ്പോൾ ഈ ഇത്തിരി കൂടുതൽ കാണിക്കുന്നില്ലേ, ചെറിയ പോയിന്റുകളാണ്, 2-3 പോയിന്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ പോയിന്റ് കൂടുതലായിരിക്കും, ഇവിടെ ഈ റേഞ്ച് കാണിക്കുന്നത് ഒരു 2 എണ്ണം കുറവായിരിക്കും. അപ്പോൾ കളക്ടറിൽ കുറച്ച് കുറവും എമിറ്ററിൽ കൂടുതലായിരിക്കും കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ബേസ് ആണ് കണ്ടുപിടിക്കുക. പിന്നെ രണ്ട് ഡയറക്ഷനിലും ഉണ്ടോയെന്ന് നോക്കുക. ഇവിടെ വെക്കുമ്പോൾ പിന്നെ തിരിച്ച് അങ്ങനെ രണ്ട് ഡയറക്ഷനിലും കാണിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു ലെഗിലാണ് പിന്നെ കാണിക്കാൻ പാടുള്ളൂ, രണ്ട് ലെഗിലും കാണിക്കാൻ പാടില്ല. ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് തിരിച്ച് വെക്കണമെങ്കിലും ഫോർവേഡ് ബയാസിങ് രണ്ട് ഡയറക്ഷനിലും കിട്ടില്ലല്ലോ, ബേസിൽ മാത്രമാണ് നമുക്ക് ഫോർവേഡ് ബയാസ് കിട്ടുക. വേറൊരു ട്രാൻസിസ്റ്ററും കൂടി വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതിൻ്റെ എമിറ്ററും ബേസും കളക്ടറും. ഈ ലെഗ് ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നില്ല. അതേപോലെ ഇവിടെ വയ്ക്കുമ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇവിടെ വയ്ക്കുമ്പോൾ കാണിക്കുന്നുണ്ട്, ഇവിടെ വയ്ക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം, NPN സെൻറ്ററിൽ പിടിച്ചിരുന്നത് പോസിറ്റീവ് പ്രോബ് അല്ലേ. പോസിറ്റീവ് പ്രോബ് സെൻറ്ററിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് NPN. ഇതാണ് ഇതിൻ്റെ ബേസ്. ഇനി കളക്ടർ ഏതാണെന്ന് അറിയണമെങ്കിൽ റേഞ്ച് നോക്കേണ്ടി വരും. ഇതിൽ കാണിക്കുന്ന റീഡിങ് 90, 24, 25. അപ്പോൾ ഇതാണ് കളക്ടർ, ഇത് എമിറ്റർ. റീഡിങ് കാണിക്കുന്നതിലുള്ള വേരിയേഷൻ അനുസരിച്ച് ഈ കളക്ടറും എമിറ്ററും മാറും. കളക്ടറിൽ റീഡിങ് 1-2 പോയിന്റ് കുറവായിരിക്കും, എമിറ്ററിനകത്ത് കൂടുതലായിരിക്കും. അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എമിറ്ററും ബേസും കളക്ടറും മനസ്സിലാവും. ഇത് ഗുഡാണെന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്.